ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ധന്യാസ് വെൽന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് വ്ളോഗാണ്. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ കരോള് കാണാൻ പോയതും കുർബാനയ്ക്ക് പോയതും ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ പോയതിൻ്റെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ചെറിയൊരു പുൽക്കൂടാണ്. ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിലോട്ട് കുറച്ചധികം കരോൾ സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം മുമ്പേ കരോൾ സെറ്റ് നമ്മുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഓരോ പാപ്പാമാരും അവരുടെ ഇഷ്ടത്തിനുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു ക്രിസ്മസ് വൈബ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരുന്നു. ഇവാനിയമ്മൾക്കും അതൊരുപാട് സന്തോഷമായിരുന്നു. അടുത്ത കൊല്ലം അവൾക്കും ക്രിസ്മസ് പാപ്പയായിട്ട് ഇതുപോലെ കരോൾ നടക്കണം എന്നൊക്കെയാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരുടെ വീഡിയോസും ക്രിസ്മസ് കരോൾ വന്നതിൻ്റെ വീഡിയോസും എടുത്ത് ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ ക്രിസ്മസിൻ്റെ 2 ദിവസം മുമ്പ് അപ്പോൾ അവൾക്ക് ഇതുപോലെ ഗിഫ്റ്റ് ക്രിസ്മസ് പാപ്പ ഗിഫ്റ്റൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ വെറുതെ ഇങ്ങനെ ഓരോ ഗിഫ്റ്റ് പാക്കറ്റ് എടുത്ത് ഞങ്ങളിങ്ങനെ അഭിനയിച്ച് കളിച്ചതൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോയി. പള്ളിയിലോട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ 2 ദിവസം മുമ്പേ അവിടെ കരോൾ ഗാനവും ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ജസ്റ്റ് പിന്നെ പാപ്പന്മാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് കരുതി ഞങ്ങൾ 2 പേരും കൂടി അങ്ങനെ പള്ളിയിലോട്ടൊക്കെ പോയി. അപ്പോൾ അവിടെ ക്രിസ്മസ് പാപ്പന്മാരുടെ കരോൾ മത്സരം, അതുപോലെ കരോൾ ഗാന മത്സരം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കണ്ടും ആസ്വദിച്ചൊക്കെ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മാലാകമാരും കുറേ ക്രിസ്മസ് പാപ്പാമാരും അതുപോലെ ബോണത്തിൽ ഡാൻസ് കളിക്കുന്ന കുറേ പിള്ളേരും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ക്രിസ്മസ് വൈബ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവർ ഡാൻസ് കളിക്കാനിട്ട പാട്ടും ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അറിയാമല്ലോ, യൂട്യൂബിൽ എപ്പോഴും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോങ്ങൊക്കെ മാറ്റി നമ്മളൊരു ട്യൂണൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഡാൻസും വൈബൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ മത്സരം കൂടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഡാൻസൊക്കെ കാണുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതിന്. അപ്പോൾ പറയാൻ മറന്നു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ചു. എല്ലാ ടീമുകളും നമ്മുടെ ഗ്രൗണ്ടിലോട്ടൊക്കെ എത്തി. പിന്നെ അവിടെയും ലൈറ്റും ഡിസ്കോ ലൈറ്റും പാപ്പന്മാരുടെ ഡാൻസും കുട്ടികളുടെ ഡാൻസും അങ്ങനെ കുറേ മത്സരങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളി അങ്കണത്തിലെത്തി. അപ്പോൾ അവിടെ കരോൾ ഗാന മത്സരമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അതൊക്കെ കണ്ട് നേരെ നമ്മൾ വീട്ടിലോട്ടെത്തി. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം തയ്യാറാക്കിയത് ക്യാൻഡിൽ കേക്കാണ്. അപ്പോൾ കുറച്ച് നാളെ വിചാരിക്കുന്നു ഒരു ക്യാൻഡിൽ കേക്ക് തയ്യാറാക്കണം. അപ്പോൾ കേക്കിൻ്റെ ബേസ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ തയ്യാറാക്കാം. അതിന് ശേഷം ഇതുപോലെ മെഴുക് കത്തി ഇങ്ങനെ ഒഴുകുന്ന രീതിയിലാണ് ക്യാൻഡിൽ കേക്ക് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ ദിവസമൊക്കെ വന്നെത്തി. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പുൽക്കൂടൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇവരുടെ ക്രിസ്മസ് പാപ്പേനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായപ്പോൾ ഞാൻ ആ ഒരു വീഡിയോസും കൂടി ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സാന്താക്ലോസിൻ്റെ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഇവാനിയമ്മൾക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾ അതിനെ നിലത്തും താഴത്തും ഒന്നും വെച്ചിട്ടില്ല. അതിൻ്റെ തോളത്ത് കൊണ്ടു നടന്ന് ഒക്കത്ത് കൊണ്ടു നടന്ന് അവളെ സൈക്കിളുമ്പോൾ വെച്ച് കൊണ്ടു നടക്കുകയായിരുന്നു. അങ്ങനെ ക്രിസ്മസിൻ്റെ ദിവസം ഞാൻ അതിനെ വാങ്ങിച്ച് അവിടെ വെച്ചതാണ്. ഞാൻ പറഞ്ഞു, ഇനി 2 ദിവസത്തേക്ക് നീ സാന്താൻ തുടരുന്നു പറഞ്ഞിട്ട് നമ്മുടെ സാന്താക്ലോസിനെ പുൽക്കൂടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗിഫ്റ്റ് പാക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി, അതുപോലെ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മുടെ പുൽക്കൂടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ കുറച്ച് പള്ളികളിലോട്ടൊക്കെ പോയി. അവിടെ അവർ നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഡെക്കറേഷനൊക്കെയാണ് ഇനി കാണുന്നത്. നമ്മുടെ അടുത്തുള്ള തൃശ്ശൂരിൻ്റെ അടുത്തുള്ള ഒല്ലൂർ മേരിമാത പള്ളിയിലാണ് ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഫസ്റ്റ് നമ്മൾ പോയി കണ്ടത്. അവിടെ എല്ലാ കൊല്ലം അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കാഴ്ചകൾ അവർ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അവിടെ പോയി കണ്ടു, എൻജോയ് ചെയ്തു. പിന്നെ അവിടെ നേരത്തെ കരോൾ ഗാനം മത്സരം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു പുൽക്കൂടുകളും പള്ളിക്കാർ അറേഞ്ച് ചെയ്ത ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെയാണ്. ഇനി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാനും വനിയും ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ അധികം ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് കാറെടുത്ത് കൊണ്ടുപോകാനും പാർക്ക് ചെയ്യാനൊക്കെ പറ്റി
അപ്പോൾ അതൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കംപ്ലീറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണുകയാണ്. പിന്നെ അവിടെ ഇങ്ങനെ കൂണിലിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കാണാം. അത് കുഞ്ഞു ട്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനി അവിടെ കംപ്ലീറ്റ് ഓടി നടന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളോട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒല്ലുപള്ളിയിലും വന്നു. അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അവിടുത്തെ സൈഡിലുള്ള വീടുകളിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ കണ്ടു. അങ്ങനെ അവിടെ കുർബാന സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒല്ലുപള്ളിയിൽ പുൽക്കൂടാണ് ഈ കാണുന്നത്. ഈ പ്രാവശ്യം വളരെ ചെറിയൊരു പുൽക്കൂടാണ്, എന്നാലും നല്ലൊരു പുൽക്കൂട് തന്നെ എന്ന് പറയാം. അതൊരു കഷ്ടപ്പാടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും കാണാൻ രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുർബാന കഴിഞ്ഞതിന് ശേഷം പള്ളിയിലെ പുൽക്കൂട് കാണാൻ വേണ്ടി പോകുന്ന ചെറിയൊരു തിരക്കിലാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോസൊക്കെ അവിടെ ഷൂട്ട് ചെയ്താണ്. അങ്ങനെ ഇതായിരുന്നു ഒല്ലുപള്ളിയിലെ പുൽക്കൂട്. അപ്പോൾ ആൾക്കാർ മാതാവും ഉണ്ണീശോനൊക്കെ തൊട്ട് മുത്തി പോകുന്നുണ്ട്. അപ്പം ഞാനും വാനിയും അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ താഴത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ബോണത്തേലയുടെ ഡാൻസും ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് കരുതി. അപ്പോൾ ഇത് അവിടെ തീ ഇങ്ങനെ കത്തിച്ചിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ കഥയൊന്നും എനിക്ക് ശരിക്കും അറിയത്തില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ ബോണത്തേല ഡാൻസ് കാണാൻ വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. പിന്നെ പള്ളിയിൽ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുറച്ച് നേരം ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ കണ്ടു നിന്നു. നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അതുപോലെ അഡ്വാൻസ്ഡായിട്ട് ഹാപ്പി ന്യൂ ഇയറും. പള്ളിയിലോട്ട് കുർബാനയ്ക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഒരു ഐസ്ക്രീം വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞിട്ട് വരുമ്പോൾ വണ്ടിയോട് ഇന്ത്യയും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്കൊരു ചോക്കോബാറും ഞാനൊരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.